പുതിയ നിയമത്തിൽ 93 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന വേദപുസ്തകത്തിലെ കാതലായ ഒരു പദമത്രേ ഗോസ്പൽ അഥവാ സുവിശേഷം. ഗോസ്പൽ എന്ന പദത്തിൻ്റെ ഗ്രീക്ക് വാക്കത്രേ ഏൻഗേലിയോൻ. ഇതിൻ്റെ അർത്ഥം ഗുഡ് ന്യൂസ് അഥവാ സദ്വർത്തമാനമെന്നാണ്. ഏൻഗേലിയോൻ ഈസ് എ മിലിറ്ററി ടേം അബൌട്ട് എ ബാറ്റിൽ ഓൾറെഡി ബീൻ വോൺ. ഇതിനകം വിജയിച്ച ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു സൈനിക പദമാണ് ഏൻഗേലിയോൻ. ഒരു പട്ടണത്തിലെ യുദ്ധം ജയിച്ചനന്തരം പട്ടാള മേധാവി ഒരു ദൂതനെ നഗരത്തിലേക്ക് പറഞ്ഞയക്കും. അയാൾ നിന്ന് എല്ലാവരെയും അറിയിക്കും, ഹേയ്, നിങ്ങൾ മരിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ജീവിക്കാൻ പോകുന്നു. കാരണം നിങ്ങൾക്കായി ഒരു വലിയ യുദ്ധം ഇതിനകം വിജയിച്ചിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു പിതാവാം ദൈവം ക്രിസ്തുയേശുവിൽ കൂടി ആ വലിയ യുദ്ധം നടത്തി ജയിച്ചത്. തിരുവചനം ഈ സുവിശേഷത്തെപ്പറ്റി പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായം 3-4 വാക്യങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമുക്കും ഈ ലോകത്തോട് പറയുവാനുള്ള സുവിശേഷം ഇത് തന്നെയാണ്. നാം ജയിച്ചവരാണ്. ജയിച്ചവർ ജയത്തിൻ്റെ സദ്വർത്തമാനം അറിയിക്കണം. ഈ സുവിശേഷത്തിൻ്റെ ദൂതുവാഹികളായിരിക്കുക എന്നത് ഒരു ഭാഗ്യ പദവിയും അഭിമാനവുമാണ്. പാട്ടുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൂതർക്കും കൂടെ അവകാശം, ലഭ്യമാകാതുള്ള രക്ഷ, ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. തിരുവചനം പറയുന്നു, യെശയ്യാവിന്റെ പുസ്തകം 52 അധ്യായം 7 വാക്യം, സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. നാം ദൈവത്തിൻ്റെ മക്കളും അതേസമയം ക്രിസ്തുവിൻ്റെ അംബാസഡർമാരാണ്. പാപത്തിൽ മരിച്ചു കിടക്കുന്നവരോട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവാർത്തയുടെ സന്ദേശം അറിയിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ദൂതുവാഹികൾ. നാം എല്ലാവരും ഏൻഗേലിയോന്റെ വക്താക്കളാണ്. എന്ന് വെച്ചാൽ ജയിച്ച ജയാളികൾ. പാപത്തിൽ നിന്നും പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും നാം ജയിച്ചവരെങ്കിൽ ഈ ജയത്തിൻ്റെ സുവിശേഷം ലജ്ജ കൂടാതെ അഭിമാനത്തോടും ധൈര്യത്തോടും കൂടെ മറ്റുള്ളവരോട് പ്രസ്താവിക്കണം. സുവിശേഷം അറിയിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയെങ്കിൽ സുവിശേഷം കേൾക്കുന്നവരുടെ ഹൃദയത്തെ തുറക്കുന്നതും മാനസാന്തരത്തിന് ഉതകുന്നതായി അനുതാപം വരുത്തുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. അങ്ങനെ ഒരുവൻ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതുകയും ദൈവത്തിൻ്റെ മകനായി മകളായി തീരുകയും ചെയ്യുന്നു. നാം അറിയിച്ച സുവിശേഷം മൂലം ഒരു വ്യക്തി ദൈവപൈതലായി തീരുന്നുവെങ്കിൽ ഒരു പ്രതിഫലം നമുക്കായി സ്വർഗത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.